അങ്ങ് അമേരിക്കയിൽ നടക്കുവാൻ പോകുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഇന്ത്യക്കാർ വളരെ ആകാംക്ഷയോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത്. അത് കമലാ ഹാരിസ് എന്ന ഇന്ത്യൻ വംശജ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് മറ്റു ചില പ്രധാന ഘടകങ്ങൾ അതിലുണ്ട്. പരിശോധിക്കാം കമലാ ഹാരിസ് നേരിടുവാൻ പോകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും. ആരാകും അമേരിക്കയുടെ ഭരണാധികാരിയാവുക എന്ന്. അമേരിക്കൻ രാഷ്ട്രീയ പോർക്കളത്തിൽ പൊതുവെ കണ്ടുവരാറുള്ളത് വർഗവർണ്ണ വിവേചനമാണ്. കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനുമൊക്കെ അവിടുത്തെ പ്രധാന ഘടകങ്ങളാണ്. ഈ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയത്തെ ബാധിക്കുന്ന വിഷയവുമാണ്. അതിനു മുമ്പ് അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വിഷയം അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ട്. ഒന്ന്, കൗതുകകരമായി പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി സ്ഥാനവും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സ്ഥാനത്തേക്കും ഇതുവരെ വനിതകൾ എത്തിയിട്ടില്ല. ഒന്ന്, സമത്വവും സാക്ഷരതയും ഒക്കെ കൊടികുത്തി വാഴുന്ന നാട് എന്ന് കീർത്തി കേട്ട കേരളം. കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച രാഷ്ട്രീയ മുദ്രാവാക്യം മുഴങ്ങുന്ന ഇടം. മറ്റൊന്ന്, ലോകരാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഉയർന്ന ചിന്താഗതികളുള്ള അമേരിക്ക. ആ അമേരിക്കയിലെ സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും അവിടുത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ നിശ്ചലമായ ഒരു പ്രതിമ പോലെ അങ്ങനെ നിൽപ്പാണ്. സ്ത്രീ സമത്വമുണ്ട് എന്ന് പറയുന്നതല്ലാതെ പ്രധാന നേതൃനിരയിലേക്ക് ഇതുവരെയും സ്ത്രീകൾ എത്തിയിട്ടില്ലാത്ത രാഷ്ട്രീയ മുഖമാണ് അമേരിക്കയ്ക്കുള്ളത്. ഒരു വനിതയെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമേരിക്കൻ ജനത ഉൾക്കൊള്ളുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. അത് തന്നെയാണ് കമലാ ഹാരിസ് നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ കടമ്പ. 1872 വിക്ടോറിയ വുഡ് ഹാൾ എന്ന വനിത സ്ത്രീ സമത്വത്തിനായി പൊരുതുന്ന അന്നത്തെ ഈക്വൽ റൈറ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം മത്സരിച്ചത്. അന്നു മുതൽ ഈ നിമിഷം വരെയും ഇപ്പോഴും അമേരിക്ക ഒരു വനിതയെ പ്രസിഡന്റായി ഉൾക്കൊള്ളുവാൻ പരുവപ്പെട്ടിട്ടില്ല എന്ന് പറയാം. 1872 വിക്ടോറിയ മത്സരിക്കുമ്പോൾ അന്ന് അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. പലരുടെയും അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ 1920 ഓഗസ്റ്റിലാണ് വനിതകൾക്ക് അമേരിക്കയിൽ വോട്ടവകാശം ലഭിക്കുന്നത്. അവിടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് എന്ന ചരിത്രം കുറിച്ച വ്യക്തി എന്ന നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസിന് ഉള്ളത്. നവംബർ 5-ാം തീയതി നടക്കുവാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിധി വീണ്ടും കമലയ്ക്ക് കൈകൊടുക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കമലയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുവാൻ പോകുന്നു എന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുന്നു. പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ അടിപതറിയ ജോ ബൈഡൻ പിന്നീട് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി പാർട്ടിക്കുള്ളിൽ നിന്നായിരുന്നു. പ്രായാധിക്യവും ഓർമ്മക്കുറവുമൊക്കെയുള്ള ജോ ബൈഡനെ പ്രസിഡന്റായി അവിടുത്തെ ജനത അംഗീകരിക്കില്ല എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അലമുറയിട്ടപ്പോൾ ജോ ബൈഡൻ പിന്മാറി. അങ്ങനെ ജൂലൈ 21 ഉച്ചയ്ക്ക് രാജി പ്രഖ്യാപിക്കുന്ന ബൈഡൻ ഒപ്പം കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പിന്തുണയ്ക്കുന്നു. അത് ബൈഡന്റെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു. കമലയോടൊപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന മറ്റൊരു വ്യക്തിയാണ് മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ. അതിൽ ബൈഡൻ വിജയിച്ചു. ബൈഡന് പിന്നാലെ ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനും കമലാ ഹാരിസിന് പിന്തുണയർപ്പിച്ച് രംഗത്ത് വന്നു. അതോടെ കമലയ്ക്ക് പിന്തുണ നൽകാതെ ഒബാമയ്ക്കും മിഷേൽ ഒബാമയ്ക്കും നിർവാഹമില്ലാതെയായി. അതുകൊണ്ടുമായില്ല, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കമലാ ഹാരിസിന് നവംബർ 5-ാം തീയതി നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേരിടേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നിരവധിയാണ്. ഇന്ത്യൻ വംശജ എന്ന് പറയുമ്പോഴും ഇന്ത്യൻ സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ കമലാ ഹാരിസിന് നേടാനായിട്ടില്ല. അമേരിക്കയിലെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ പിന്തുണ കമലാ ഹാരിസിനില്ല. കമലാ ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി കാര്യമായ മുന്നേറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന വാദമുയർത്തുന്നവരും നിരവധിയാണ് അമേരിക്കയിൽ. എല്ലാ വിഷയങ്ങളിലും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന കമലാ ഹാരിസിന് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുണ്ട് എന്നുള്ളത് അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രതികൂല ഘടകം തന്നെയാണ്. സ്വാഭാവികമായും വർണ്ണവിവേചനം കാര്യമായുള്ള അമേരിക്കയിൽ കമലാ ഹാരിസ് എന്ന കറുത്ത വർഗ്ഗക്കാരിയോട്, കൂടാതെ ഒരു സ്ത്രീയോട് അമേരിക്ക എല്ലാ കാലത്തും കാണിക്കുന്ന ഒരു വിയോജിപ്പ് ഈ തെരഞ്ഞെടുപ്പിലും കാണിക്കുവാനുള്ള സാധ്യതകൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ സ്പാനിഷായ പാനിക്കുകളുടെയും പിന്തുണ ലഭിക്കുമ്പോൾ വൈറ്റ് പൊതുവെ കമലയ്ക്കെതിരാകുവാനുള്ള സാധ്യതയും ഏറെയാണ്.
2020 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ വെള്ളക്കാർ 76%, കറുത്ത വർഗ്ഗക്കാർ 13.2%. എന്നാൽ അനുകൂലമായ നിരവധി സാഹചര്യങ്ങൾ കമലയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലുണ്ട്. ഇന്ത്യയുടെ അടക്കം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് കമലയുടെ ഒരു അനുകൂല ഘടകം. നിയമപണ്ഡിത, മികച്ച വാഗ്മി, അങ്ങനെ ആർക്കും മുൻപിൽ വഴങ്ങിക്കൊടുക്കാത്ത വ്യക്തിത്വം, അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ നിരവധി. പല വിഷയങ്ങളിലും ഉറച്ച നിലപാടും തെളിഞ്ഞ ഭാഷയുമാണ് കമലയ്ക്കുള്ളത്. അതുകൊണ്ട് പ്രസംഗങ്ങളിൽ എല്ലാ തവണയും ഒരു പിടി മുൻപിലാണ് കമലാ ഹാരിസ്. കമല പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആധുനികതയുടെ ഈ കാലഘട്ടത്തിലും നാട്ടി നിർത്താൻ കഴിയാത്ത സമത്വത്തിൻ്റെ കൊടി പാറിപ്പറക്കാതെ പോകും. മറിച്ച് കമല വിജയിക്കുകയാണെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക കമലയ്ക്ക് ഇരിപ്പിടം നൽകുമ്പോൾ രാഷ്ട്രീയ സ്ത്രീ സമത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ മുകളിലേക്ക് ഉയരും അമേരിക്ക. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റിന്റെ ശക്തമായ നിലപാടുകളും മുഴങ്ങിക്കേൾക്കും.